ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം മറിച്ചു വിറ്റെന്ന മൊഴിയിൽ ഉറച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി. സ്പോൺസർമാരിൽ നിന്ന് ലഭിച്ച സ്വർണം പണമാക്കിയെന്നും പ്രത്യേക സംഘത്തിന് പോറ്റി മൊഴി നൽകി. തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് ഭൂമി ഇടപാട് നടത്തിയെന്നും പോറ്റി പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് പണവും സ്വർണവും പിടിച്ചെടുത്തിരുന്നു. ആഭരണങ്ങളുടെ രൂപത്തിലുള്ള സ്വർണമാണ് കണ്ടെടുത്തത്. പാളികളുമായി ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പുകളും വട്ടിപ്പലിശയ്ക്കായി വാങ്ങിയ ആധാരങ്ങളും SIT പിടിച്ചെടുത്തിട്ടുണ്ട്. പോറ്റി ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, നിർണായക വഴിത്തിരിവാണ് ഈ കേസിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇനിയും ഉത്തരം പറയേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു, അല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ നൽകിയ മൊഴികളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം അത് മറിച്ച് വിറ്റ് പങ്കിട്ടുവെന്നുള്ള ആ മൊഴിയിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും ഉള്ളത്. അതോടൊപ്പം തന്നെ സ്പോൺസർമാരിൽ നിന്ന് ലഭിച്ച സ്വർണവും അതും പണമാക്കി മാറ്റി പങ്കിട്ടെടുത്തു എന്നുള്ള രീതിയിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകുന്നത്. ഇങ്ങനെ ലഭിച്ച പണം അത് ഭൂമി ഇടപാട് നടത്താനായി ഉപയോഗിച്ചു എന്നുള്ള കാര്യവും ഇപ്പോൾ മൊഴിയായി SITക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇന്ന് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള തെരച്ചിലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിരവധി സ്വർണ്ണാഭരണങ്ങൾ, അത് ആഭരണങ്ങളുടെ രൂപത്തിലുള്ള സ്വർണം കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഭൂമി ഇടപാട് രേഖകൾ കണ്ടെത്തിയിരുന്നു. ആധാരങ്ങളൊക്കെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് വലിയ രീതിയിലുള്ള കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ, ഭൂമി ഇടപാടുകളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പലിശ ഇടപാടുകളും ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരുന്നു എന്നുള്ളതാണ് SIT ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് 2020 ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഭൂമി ഇടപാടിലേക്ക്, അതായത് ആധാരം വാങ്ങിവെച്ചതിന് ശേഷം വലിയ രീതിയിൽ വട്ടിപ്പലിശയ്ക്ക് പണം നൽകുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയത്. അങ്ങനെ നിരവധി ആളുകളുടെ ആധാരങ്ങൾ സ്വന്തം കുടുംബാംഗങ്ങളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ പേരിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി മാറ്റിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി ആധാരങ്ങൾ ലഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി ഈ പണമിടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള നിരവധി ഡോക്യുമെന്റുകളും 2020 ശേഷം നടത്തിയ പണമിടപാടുകളാണ് പ്രധാനമായും. ഈ ഡോക്യുമെന്റുകളും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്നത്. 2019 കാലത്തെ സ്വർണ്ണ കവർച്ചയ്ക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ വലിയ രീതിയിലുള്ള പണം വന്നിട്ടുണ്ട് എന്നുള്ളതും അത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, പ്രത്യേകിച്ച് ഭൂമി ഇടപാടുകൾക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു അനുമാനത്തിലേക്ക് പോകാവുന്ന തെളിവുകളും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പഴയ മൊഴിയും, അദ്ദേഹം ഉറച്ചു നിൽക്കുന്ന അതേ മൊഴിയും വെച്ച് ചേർത്ത് വായിക്കുമ്പോൾ അന്വേഷണ സംഘത്തിന് കഴിയുന്നുണ്ട്. അതായത് ഈ രീതിയിൽ വന്ന പണം, സ്വർണ്ണ കവർച്ചയിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ച പണം എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളൊരു കണ്ടെത്തലിലേക്കാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ കടക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പല ഭൂമി ഇടപാടുകളും ഈ സ്വർണ്ണ കൈമാറ്റത്തിന്റെ പ്രതിഫലം എന്ന നിലയിലാണ് എന്നുള്ളൊരു അന്വേഷണ സംഘത്തിന്റെ ഒരു അനുമാനമായി പോകുന്നുണ്ട്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇനിയും വിശദമായി ചോദ്യം ചെയ്യുന്നുള്ള നീക്കത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം പോകുന്നത്. അതിനുശേഷമായിരിക്കും ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കവർന്നിരുന്ന ആദ്യ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികളിലേക്ക്, പ്രത്യേകിച്ച് മുരാരി ബാബുവിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചു വരുത്തി കസ്റ്റഡിയിലെടുക്കുന്നതും അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതും തുടർന്ന് അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്കുമൊക്കെ പ്രത്യേക അന്വേഷണ സംഘം പോകുക. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതര സംസ്ഥാനങ്ങളിലടക്കം എത്തിച്ച് തെളിവെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളും ഉടൻ ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അശ്വതി. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നിർണായക വഴിത്തിരിവ്. പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണവും പണവുമാണ് പിടിച്ചെടുത്തത്.